കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടി വരികയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിൽ ഐസക് കൂടിയുണ്ട്. സുനിൽ, അപ്പോൾ MLA-മാരടക്കം വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം അവിടെ ചെന്ന് പറഞ്ഞത് കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരിക്കുന്ന പ്രകടനങ്ങൾ, VD അനുകൂല വികാരം, അത് ആസൂത്രിതമായിരുന്നു, സ്വിച്ചിട്ട പോലെ നിന്നത് അതിന്റെ തെളിവാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പോയ ആളുകൾക്ക് ജനവികാരം അറിയാഞ്ഞതുകൊണ്ടല്ല, പക്ഷേ അത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാനായിക്കൊണ്ട് അത് പക്ഷേ തിരുത്തിക്കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യം അത് KCക്ക് അനുകൂലമായി തന്നെ വരുന്നു. അപ്പോൾ കേരളത്തിൽ നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇനി അങ്ങനെ വന്ന് KC മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ മറ്റെന്തൊക്കെ നമ്മൾ ഇനി ഇവിടെ പ്രതീക്ഷിക്കണം? ജിൽസി, വർക്കിംഗ് പ്രസിഡന്റുമാരെയും മുൻ PCC അധ്യക്ഷന്മാരെ അടക്കമുള്ളവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ VD സതീശൻ പക്ഷം കൃത്യമായി ഇക്കാര്യത്തിലൊരു സംശയം ആരോപിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം നേരത്തെ 3 നേതാക്കന്മാരെയും ഡൽഹിക്ക് വിളിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് അർഹരായ 3 പേരെയും അല്ലെങ്കിൽ അത്തരം ആ സ്ഥാനം ആവശ്യപ്പെട്ട 3 പേരെയും ഡൽഹിക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം ദീപദാസ് മുൻഷി പറഞ്ഞത് ഇനി ഒരു ചർച്ചയില്ല, ഇനി തീരുമാനം എന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷമാണ് വലിയ പ്രതിഷേധങ്ങൾ ആ സമയത്ത് അടക്കമുണ്ടായി. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളൊന്നും കാര്യമായി ഉണ്ടായുമില്ല. എന്നിട്ടും പക്ഷേ എന്തിന് ഈ മുൻ PCC അധ്യക്ഷന്മാരെയും ഒപ്പം ഈ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ളവരെയും വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ചു എന്നൊരു ചോദ്യമാണ് VD സതീശൻ പക്ഷം ഉന്നയിച്ചത്. അതായത് ഈ ഡൽഹിക്ക് വിളിപ്പിച്ച ഈ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പരസ്യമായോ പരോക്ഷമായോ പിന്തുണയ്ക്കുന്ന ആളുകളാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ K മുരളീധരനും VM സുധീരനും അടക്കം, ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതടക്കം, അത് ഒഴിവാക്കിയാൽ ബാക്കി മുഴുവൻ ആളുകളും പരസ്യമായി KCയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അതായത് അവരെ കൂടി ഡൽഹിയിലേക്ക് വിളിച്ച് ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം, അത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരു തീരുമാനമാണ്. ആ തീരുമാനം അവരോടുകൂടി കൂടിയാലോചിക്കുന്നു. എന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആലോചിച്ച് കൂടിയാലോചന നടത്തി എടുത്തൊരു തീരുമാനം എന്ന തരത്തിൽ ആ തീരുമാനം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചതെന്നായിരുന്നു VD പക്ഷത്തിന്റെ ആക്ഷേപം. അത് ഒരു പരിധിവരെ ഏറെക്കുറെ അത്തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് MLA-മാരുടെ പിന്തുണ കൂടുതലും അദ്ദേഹത്തിനുണ്ട്, ഹൈക്കമാൻഡ് പിന്തുണയുമുണ്ട്. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ നമുക്കറിയാം. KC വേണുഗോപാൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഇത്രയും കാലം. KC കൂടി ഉൾപ്പെട്ട, KCക്ക് വലിയ ഹോൾഡുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ പിന്തുണ കൂടി KCക്കാണ്. അങ്ങനെ KCയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് നേരത്തെ എത്തുന്നതാണ്. പക്ഷേ ആ സമയത്താണ് ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ വലിയ ശക്തമായ എതിർപ്പ് ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. ഒപ്പം ജനം, കോൺഗ്രസ് അണികൾ VDക്ക് വേണ്ടി തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു ചൂട് പിടിച്ച സാഹചര്യത്തിലേക്ക് KCയുടെ പേര് പ്രസന്റ് ചെയ്താൽ അതൊരു പക്ഷേ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതൃത്വത്തിന് മനസ്സിലാവുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും ഒരു പറ്റം നേതാക്കളെ കൂടി അവിടേക്ക് വിളിപ്പിക്കുന്നത്, ഡൽഹിയിലേക്ക്. അവര് ഭൂരിഭാഗം ആൾക്കാരും KCയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൊതു അഭിപ്രായം എന്ന നിലയ്ക്ക് KCയുടെ പേര് പ്രസന്റ് ചെയ്യാനുള്ള ഒരു നീക്കമെന്നാണ് പൊതുവെ VD പക്ഷത്തിന്റെ ആക്ഷേപം. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രധാനപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഒന്ന്, ഒരു മുന്നണി സംവിധാനത്തിൽ, കോൺഗ്രസിന്റെ മാത്രം സംവിധാനമല്ല, ആ മുന്നണി സംവിധാനത്തിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് KCയെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ അതിനെ ഏത് തരത്തിലാണ് ടീം UDF എന്ന നിലയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുക? അത് ആ മുന്നണി സംവിധാനത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന പിളർപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു മുറിവ് എത്രത്തോളം ആഴത്തിൽ ഉണ്ടാകുമെന്നൊരു ചോദ്യം. തീർച്ചയായും സുനിൽ, ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി അത് നമ്മൾ പ്രാക്ടിക്കലായി തന്നെ കാണേണ്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇന്നോ നാളെയോ ആയിട്ട് ആ പ്രഖ്യാപനം കാത്തിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം ആശങ്കയുമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ധനസുമൂതും ഒപ്പം തന്നെ സുനിൽ ഐസക്കും നൽകിയത്.